ഇനിയും എന്തൊക്കെയായിരിക്കും ഉപബോധത്തിനെ ബാധിക്കുന്ന ബാക്കി കാര്യങ്ങൾ? വരൂ, ഞാൻ പറഞ്ഞുതരാം. സോ വെൽക്കം ടു സൈപ്പാലറ്റ്, യുവർ ബെസ്റ്റ് പട്ടി. പ്രധാനമായിട്ടും നമ്മുടെ മൈൻഡിനെ ബാധിക്കുന്നവയാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മുടെ സബ് കോൺഷ്യസിനെ ബാധിക്കുന്ന ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാം. പീപ്പിൾ അറൌണ്ട് യു ഓർ യുവർ എൻവിറോൺമെന്റ്. യെസ്, നമുക്ക് ചുറ്റിലുള്ള ആൾക്കാർ നമ്മുടെ മൈൻഡിനെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അമ്മ, അച്ഛൻ, ഫാമിലി മെമ്പേഴ്സ് മുതൽ നമ്മുടെ കൂട്ടുകെട്ടുകളൊക്കെ നമ്മുടെ മൈൻഡിനെയും അതുപോലെ നമ്മുടെ ലൈഫിനെയും ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് വിശ്വാസങ്ങളും സ്വഭാവങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ 5 പേരടങ്ങുന്ന ഓൺട്രപ്രണേഴ്സിന്റെ ഒരു കൂടെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളും ഒരു ഓൺട്രപ്രണർ ആയി മാറും. അല്ലെങ്കിൽ നിങ്ങൾ അലമ്പായിട്ട് നടക്കുന്ന ലൈഫിനെ കുറിച്ച് ഒരു പേർപ്പസ് ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും അതേ രീതിക്കാവും. അതാണ് അതിന്റെ ഒരു ഇത്. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കാൻ പറ്റൂല, പക്ഷെ ഫ്രണ്ട് സർക്കിൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് വാച്ച് യുവർ സർക്കിൾ ആൻഡ് ചൂസ് വൈസ്ലി. ആൻഡ് ദ അതർ തിങ് ഈസ്, ഉറക്കം തീരെ ഇല്ലാത്തത് നമ്മുടെ മൈൻഡിനെയും ഹെൽത്തിനെയും ലൈഫിനെയും ഒക്കെ അത്രയ്ക്ക് ബാധിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ അത് നമ്മുടെ ലൈഫ് തക്കിട്ട് മറിക്കും. എന്റെ ലൈഫിൽ എനിക്ക് പറ്റിയിട്ടുള്ള ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നു ഉറങ്ങാണ്ടിരിക്കുന്നത്. മിനിമം 6 ഹവേഴ്സിന്റെ ഉറക്കെങ്കിലും കിട്ടിയിരിക്കണം നമ്മുടെ ബോഡിയുടെ മൈൻഡിന്റെ ഒക്കെ ഹെൽത്തിന്. ഉറക്കം ശരിയാവുമ്പോൾ നമ്മുടെ ബോഡിയും അതുപോലെ മൈൻഡും മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ സോഷ്യൽ മീഡിയയും മൈൻഡിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. കമ്പയറിംഗ് യുവർ ലൈഫ് വിത്ത് സോഷ്യൽ മീഡിയ, ലൈഫ് സ്റ്റൈൽ, ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആൻഡ് സോ മെനി തിങ്സ് റൂണിങ് യുവർ മൈൻഡ് ആൻഡ് ലൈഫ്. ഈ ഡൂം സ്ക്രോളിംഗ് തന്നെ ഭയങ്കര അപകടം പിടിച്ചതാണ്. So please control your scrolling and don't compare yourself and your life with anyone and anything. Unhealed ആയിട്ടുള്ള ചൈൽഡ്ഹുഡ്, വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, അതുപോലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മുടെ മൈൻഡിനെ നല്ലോണം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡിനെ ബാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. സോ ഇന്ന് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഫോറസ്റ്റ് ഫീലിംഗ് തരുന്ന ഒരു റെയിനി ആയിട്ടുള്ള പെയിന്റിംഗ് ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.